നോക്കൂ, അദ്ദേഹം ഒരു മാന്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലീഗാണ് അതിന് മറുപടി പറയേണ്ടത്. ലീഗ് പറഞ്ഞില്ല എന്ന് പറയാതെ തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ലീഗ് മറുപടി പറയണം, അത് നിങ്ങൾ ആവശ്യപ്പെടണം. നിങ്ങളത് പറയുന്നുണ്ട്. ലീഗ് കേൾക്കാത്തതാണോ? എന്താണ് ലീഗിൻ്റെ പ്രശ്നം? ഇതിലെ ലീഗിൻ്റെ കുറേ പ്രവർത്തകർ, സാധാരണക്കാർ, പാവങ്ങൾ, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറേ പേര് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അവർ കരുതിയത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പവിത്രമായ പാർട്ടിയാണ് എന്ന. പക്ഷെ ഇപ്പോൾ ഈ അടുത്തൊരു പ്രതീക്ഷ നൽകുന്നത് പലരും ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി ന്യായീകരിക്കാൻ വരുന്നില്ല. അതോടൊപ്പം ചിലരെങ്കിലും എഴുതി ഇത് തെറ്റാണ്, ഇത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചെയ്യുന്ന തെറ്റാണ് എന്ന് പലരും ഉന്നയിക്കുന്നു, തിരുത്തുന്നു. ഇപ്പോൾ തന്നെ യൂസഫ് പടനിലമാണ് നേരത്തെ ഇവരുടെ മറ്റൊരു ഫണ്ടിനെതിരെ കേസ് കൊടുത്തത്. കത്വ ഫണ്ട്, ഓർമ്മയില്ലേ നിങ്ങൾ? ആരാ യൂസഫ് പടനിലം? യൂസഫ് പടനിലം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഇതിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത്. എത്രയോ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ നിന്ന് മുസ്ലിം ലീഗിനെതിരെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗ് അവരുടെ ഈ പവിത്രത മുന്നിൽ വെച്ച് മുസ്ലിം എന്ന പദം മുൻനിർത്തി തട്ടിപ്പ് നടത്തുന്നവരുടെ കേന്ദ്രമാക്കി ആ സംഘടനയെ മാറ്റുക. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മുന്നോട്ട് പോകുന്ന ഈ സംഘടന, ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മുന്നോട്ട് പോകുന്ന ഈ സംഘടന ദയവ് ചെയ്ത് അവരുടെ പേരിന് മുൻവശത്തുള്ള മുസ്ലിം എന്ന പേര് അങ്ങ് ഒഴിവാക്കണം. എന്നിട്ട് മറ്റെന്തെങ്കിലും പേര് ഉപയോഗിക്കട്ടെ അവർ. കാരണം അത് ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. ആ പേര് ഒരുപാട് പേരുടെ സ്വപ്നമാണ്, അവരുടെ ജീവിതമാണ്. ആ പേരിനെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഫൈസലും ഈ പറയുന്ന